ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഉണക്കക്കപ്പ വേവിക്കാൻ പോവാ. ഇന്നലെ വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ. കുറച്ചേ എടുത്തിട്ടുള്ളേ. അത് ഞാൻ 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് ഒടിക്കുവേ. കണ്ടോ, ഇങ്ങനെ ചെറുതാക്കി ഒന്ന് ഒടിച്ചാൽ വേഗം വേകുന്നതിനാണ് കേട്ടോ. കപ്പ ഇങ്ങനെ ഒടിച്ചെടുത്തു. ശരിക്കും ഇത് എനിക്ക് വേവിച്ചിരുന്നതിനെക്കാട്ടും ഇഷ്ടം ഈ കപ്പ ഇങ്ങനെ വേവിച്ചിട്ടേ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇത് തേങ്ങായും ഒക്കെ ചേർത്തിട്ട് തിന്നത്തില്ലേ, നല്ല രസമല്ലേ കട്ടൻ കാപ്പിയുടെ കൂടെ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ എപ്പോഴും കപ്പ വേവിക്കുമ്പോ ഇച്ചിരി എടുത്ത് മാറ്റി വെക്കും, എന്നിട്ട് ഇച്ചിരി തേങ്ങാപ്പീര കൂട്ടിയിട്ട് തിന്നു നോക്കും. ഒന്ന് തിന്നു നോക്കണം തിന്നാത്തവരെ, നല്ല രസമാണ്. ഈ കപ്പ ഇനി ഒരു കുക്കറിലോട്ടിടാം. പൊടിച്ച് ഇങ്ങനെ കപ്പ നമ്മള് കുക്കറിനകത്തോട്ടിട്ടേക്കാവേ. ഇന്നലെ വെള്ളത്തിൽ ഇട്ടതാണ്, പക്ഷെ ഇന്ന് 2-3 പ്രാവശ്യം കഴുകിയിട്ടാണ് കേട്ടോ. ഇത് നല്ല കപ്പയാട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ കപ്പയാ. കുറച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം. അപ്പൊ അതാ വെള്ളം ഒഴിച്ചു കൊടുത്തു. കപ്പയ്ക്കകത്ത് വെള്ളം പാകത്തിന് ഒഴിച്ചു. ഇനി കുക്കർ അടയ്ക്കാം. വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കത്തില്ല കേട്ടോ. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ചേർക്കത്തില്ലേ. ഒരു 2 വിസില് അല്ലെ ഒരു 3 വിസിലിന്റെ ആവശ്യമുള്ളൂ. ഇന്നലെ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ടതാണ്. അത് തന്നെയല്ല നല്ല കപ്പയും വരുന്നു. നമ്മുടെ കപ്പ അടുപ്പേ കയറിയിട്ടുണ്ട്. ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഒരു ചെറിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കാന്താരിയാണ് എടുത്തേക്കുന്നത് എരിവ് പാകത്തിന്, ഒരു 6-7 ചെറിയുള്ളി എടുത്തു. ഇനി നമുക്കിതൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം. കപ്പ ഒരു 3 വിസിൽ അടിച്ചിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തുറന്ന് നോക്കിയിട്ട് വെള്ളം ഊറ്റി കളയാവേ. വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ വേവിക്കാം. ഇതാണ്ട് അരപ്പൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എയറൊന്ന് പോട്ടെ. 3 വിസിൽ അടിച്ചിട്ട് കപ്പ വെന്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഒരു വിസിലും കൂടെ അങ്ങ് അടുപ്പിച്ചേ. എന്നിട്ട് തുറന്നു. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി. ഇപ്പൊ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഊറ്റി എടുത്തോണ്ട് വരാവേ. കപ്പയൊക്കെ ഊറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് സ്റ്റൗ ഒന്നും കൂടെ ഒന്ന് ഓൺ ചെയ്തു. ഇനി ഇതിനകത്ത് നമുക്ക് അരപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കണം. മൂടി അവിടെ വെച്ചേക്കുക. ഒന്ന് ആവി കയറട്ടെ, എന്നിട്ട് നമുക്ക് ഇളക്കി കൂട്ടിയെടുക്കാം. നമ്മുടെ കപ്പയിലേക്കൊക്കെ ആവി കയറിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൂട്ടിയെടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കണ്ടോ, കപ്പയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. തോണ്ടി തോണ്ടി തിന്നുന്ന പരുവായിരിക്കണം. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു കേട്ടോ. ഉണക്കക്കപ്പയുടെ കൂടെ വാരിയല് കറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ഉണക്കക്കപ്പയുടെ വീഡിയോ ഇടുന്നതായിരിക്കും. രണ്ടും കൂടെ ലെങ്ത് ആയതുകൊണ്ടാണ്. നാളെ നമ്മുടെ ഒരു സൂപ്പർ ഒരു വാരിയല് കറിയുടെ റെസിപ്പിയാണ് വരുന്നത്. അപ്പൊ നാളെ അത് കണ്ടു നോക്കണം. നാളെ അത് ഇട്ട് തരാം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. വാട്ടുകപ്പ എനിക്ക് ഇങ്ങനെ കുഴച്ച് കഴിക്കണം. കാര്യം എന്ന് വെച്ചാൽ നല്ല പോലെ വേഗണം, അല്ലെ എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ തോണ്ടി തിന്നുന്ന ഇതുപോലെ വേകുവാണെങ്കിൽ ഇല്ലേ, ചെടുക്കുവാണെങ്കിൽ കറി ഒന്നും ഇല്ലെങ്കിലും കാന്താരിമുളക് കൂട്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ തോണ്ടി തിന്നാലോ. വാരിയല് കറി കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. കുറച്ച് ഗ്രേവിയും കൂടി. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം നമ്മുടെ പോത്തിന്റെ വാരിയല് കറിയും ഉണക്കക്കപ്പ വേവിച്ചതും. അപ്പൊ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം, എന്നിട്ട് ഉണ്ടാക്കി നോക്കണം. നാളെ തന്നെ വാരിയലിന്റെ വീഡിയോ ഇടും കേട്ടോ. ഉണക്കക്കപ്പ ഇല്ലെങ്കിൽ ചക്കയോ പൊറോട്ടയോ അല്ലെങ്കിൽ എന്താ അപ്പോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും പറ്റൂ കേട്ടോ. നല്ല ടേസ്റ്റാ. വാരിയൽ ഇങ്ങനെ കടിച്ചു കുറച്ച് കാണിക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ പതിയെ സ്വസ്ഥമായിട്ട് കഴിച്ചോളാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.